അന്ന് ഞാൻ ആക്സിഡന്റ് ആയി കിടക്കാണെന്ന് പോലും നോക്കാതെ ആ DNA പേപ്പർ മാഡം എടുത്തങ്ങ് മാറ്റി. അന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ തുടക്കത്തിൽ തന്നെ ദിവ്യയുടെ കുഞ്ഞ് ദീപകിന്റെ ആണെന്ന് തെളിഞ്ഞാനെ. രാജു, അതെനിക്ക് പറ്റി വലിയൊരു തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? വീണ്ടും വീണ്ടും അത് പറഞ്ഞു എന്നെ വിഷമിപ്പിക്കുന്നത് വളരെ മോശം. അല്ലെങ്കിലും ഒരുമാതിരിപ്പെട്ട എല്ലാ കുടുംബത്തിലും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നം ഉണ്ടാവുന്നത് ഇങ്ങനൊക്കെ തന്നെ. വെറുതെ കഴിഞ്ഞ കാര്യങ്ങള് ഓരോന്നും പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ, അത് കൊള്ളാലോ. അപ്പോ നമ്മള് ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് മാഡം അങ്ങ് തീരുമാനിച്ചോ? സോറി, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. പെട്ടെന്ന് സംസാരിച്ചു വന്ന ഒരു ഫ്ലോയില് ഞാൻ അറിയാതെ പറഞ്ഞത്. രാജു ഇനി അത് പറഞ്ഞ് വലുതാക്കി ഒരു ഇഷ്യൂ ആക്കണ്ട. യോ, ഞാൻ ഒരു ഇഷ്യൂ ആക്കുന്നില്ലേ? അല്ലെങ്കിൽ ഋതിക മാഡം പറയുന്നതും ചെയ്യുന്നതാണല്ലോ ശരി. എന്ത് തെറ്റ് ചെയ്താലും പിന്നെ ഇംഗ്ലീഷിലെ സോറി എന്നൊരു 4 അക്ഷരം പറഞ്ഞ പിന്നെ അനുഭവിക്കുന്നവര് വാ തുറക്കാൻ പാടില്ലല്ലോ. അതാണല്ലോ മാനേഴ്സ്. രാജു എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എനിക്ക് ഇങ്ങനെ സംസാരിക്കാനേ അറിയൂ. ഇതിലും നല്ലത് രാജു സംസാരിക്കാതിരിക്കുന്നത്. ആ ശരി, ഞാൻ സംസാരിക്കുന്നില്ല. സംസാരിക്കണ്ട. ആ, എനിക്ക് ഉറങ്ങണം. അതിന് ഞാൻ പറഞ്ഞില്ലല്ലോ ഉറങ്ങണ്ടെന്ന്. ഋതിക മാഡം പിടിച്ചിരിക്കണമായിരുന്നു. ഞാൻ സാധാരണ ബ്രേക്ക് പിടിക്കുന്ന പോലെ തന്നെ നിർത്തിയത്. എനിക്ക് അങ്ങനെ അല്ലല്ലോ തോന്നിയത്. ആ, ബ്രേക്കിനെ ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട്. കംപ്ലൈന്റ് ഉണ്ടെന്നോ? ആ, അത് നന്നാക്കാതെയാണോ ഇത്രയും ദൂരം എന്നെ ബൈക്കിലിരുത്തി കൊണ്ടുവന്ന? എന്റെ പൊന്നും മാഡം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ നോക്കില്ലായിരുന്നോ? ഇതേ ഞാൻ എന്നും ഓടിക്കുന്ന ബൈക്കല്ലേ, എനിക്കറിയില്ലേ? പിന്നെ ഒരു തുക്കട ബൈക്ക്. ഒന്നുമില്ല. എന്നെ എന്തോണോ പറഞ്ഞോ, എന്റെ ബൈക്കിനെ പറ്റി മാത്രം ഒന്നും പറയരുത്. ബൈക്കിന് പറഞ്ഞാൽ എന്താ? അതെ, വർഷങ്ങളായിട്ട് എന്നെ കൊണ്ട് നടക്കുന്ന ബൈക്കായത്. ഇതുവരെ വഴിയിൽ നിന്ന് പോവോ, എനിക്ക് പണി തരുമോ ഒന്നും ചെയ്തിട്ടില്ല. ഇത് എന്റെ സ്വന്തം അനിയനെ പോലെ. അതുകൊണ്ട് വെറുതെ എന്റെ വണ്ടിയെ കുറ്റം പറയരുത് മാഡം. എന്നെക്കാളും വലുതാണോ രാജു നീ വണ്ടി? ഋതിക മാഡത്തെക്കാൾ വലുതോ? അതിന് ഋതിക മാഡം ആരാ? ഞാൻ വിവാഹം ചെയ്ത ഭാര്യയൊന്നുമല്ലല്ലോ. രാജു, ശരിയാ, രാജു താലി കിട്ടിയ ഭാര്യ അല്ലല്ലോ ഞാൻ. ഇല്ലാത്തൊന്നുമല്ലല്ലോ. എന്നായാലും സത്യങ്ങൾ എല്ലാരും അറിയാനുള്ളത് തന്നെയല്ലേ? ഇതൊക്കെ കേട്ടിട്ട് എന്റെ നെഞ്ചിനുള്ളിൽ ഇടിവെട്ടിയ പോലെയുണ്ട്. ഈശ്വര, ദൈവമേ, എന്തൊക്കെയാ രാജി പറയുന്നേ? അവര് പറയുന്ന സത്യമാണോ? ശരിയാ, രാജു താലി കിട്ടിയ ഭാര്യ അല്ലല്ലോ ഞാൻ. എന്നായാലും സത്യങ്ങൾ എല്ലാരും അറിയാനുള്ളത് തന്നെയല്ലേ?
അവരെ കുറിച്ച് ഞാനെന്ത് പറയാനാ? അവര് നല്ല ഭാര്യ ഭർത്താക്കന്മാരാണല്ലോ. അങ്ങനെയല്ലേ ചേച്ചി? ചേച്ചിക്കും അങ്ങനെ തന്നെയല്ലേ തോന്നിയിട്ടുള്ളത്? എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. ഓ, നിനക്ക് അങ്ങനെയാണോ തോന്നിയിട്ടുള്ളത്? എങ്കിലേ നീ ഒരു കാര്യം കേട്ടോ, അവര് ശരിക്കും ഭാര്യ ഭർത്താക്കന്മാരല്ല. ചേച്ചി എന്തായി പറയുന്നേ? അവര് ഭാര്യ ഭർത്താക്കന്മാരല്ലെന്നോ? രാജു ഋതുവിന്റെ കഴുത്തിൽ താലി കെട്ടിന്ന് നമ്മളോട് ഋതു പറഞ്ഞതല്ലേ? അവരും അങ്ങനെ തന്നെയല്ലേ ജീവിക്കുന്നത്? നമ്മളവരുടെ ശാന്തി മുഹൂർത്തമൊക്കെ നടത്തിയതല്ലേ? ഒന്നുമല്ല യാമിനി, ഇതെല്ലാമേ വെറും അഭിനയോ. താലി കെട്ടിന്ന് പറയുന്നതൊക്കെ നുണയാ. ശാന്തി മുഹൂർത്തം കഴിഞ്ഞു എന്ന് പറഞ്ഞതുമേ അഭിനയമായിരുന്നു. ഇതൊക്കെ പൊളിക്കാനായി ഞാൻ നോക്കിയിരുന്നു. പക്ഷെ ദൈവമേ അവരുടെ കൂടെയാ. സത്യം ഒരു ദിവസം പുറത്തു വരും. അതിന് അമ്പി ചേച്ചിക്ക് എങ്ങനെ അറിയൂ ഇതൊക്കെ? എന്താ ചേച്ചി, എന്താ എങ്ങനെ നോക്കുന്നേ? ഏയ്